ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാനും അമ്മായിയും തമ്മിലുള്ള കുറച്ച് അനുഭവങ്ങളെ പറ്റിയിട്ടാണ്. അമ്മായി ഒരു സുന്ദരിയാണ്. എൻ്റെ അമ്മാവനൊരു വലിയ ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും നാട്ടിൽ നിന്ന് ദൂരെ നാടുകളിൽ പോകേണ്ടി വരാറുണ്ട്. ആ സമയത്തൊക്കെ ആ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകാറ് കുഞ്ഞുനാളിൽ തൊട്ട് ഞാൻ തന്നെയായിരുന്നു. അമ്മായിയുടെ 2 കുട്ടികളും ദൂരസ്ഥലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതിനാൽ പണ്ട് തൊട്ടേ ഞാൻ തന്നെയാണ് രാത്രിയിൽ അവിടെ പോയി ഭർത്താവില്ലാത്ത സമയത്ത് കിടന്നുകൊണ്ടിരുന്നത്. അമ്മായി എന്ന് പറഞ്ഞാലും ഒരു 35-36 വയസ്സേ അമ്മായിക്കുള്ളൂ. നല്ല വണ്ണവും നീളവും ഒത്ത ശരീരം. സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആരും സ്നേഹിച്ചു പോകുന്ന സൗന്ദര്യമായിരുന്നു പുള്ളിക്കാരിക്ക്. നല്ല വണ്ണവും നല്ല വെളുപ്പും അതിനൊത്ത മുടിയും അഴകാർന്ന മുഖവും ഒക്കെയായിരുന്നു പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മാവൻ ഇതേപോലെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി ദൂരെ ബാംഗ്ലൂർ പോയായിരുന്നു. ആ സമയത്താണ് എന്നെ അവിടേക്ക് വിളിച്ചത്. അങ്ങനെ ഞാൻ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് അമ്മായിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ് ഞാൻ പോകാറ്. കാര്യം എനിക്ക് നന്നായി ഫുഡ് ഉണ്ടാക്കി തരുന്നത് എപ്പോഴും അമ്മായിയായിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം എനിക്ക് അമ്മായിയോടും അമ്മായിക്ക് എന്നോടും ഉണ്ടായിരുന്നു. ആ സ്നേഹം ഓരോ വട്ടം പോകുമ്പോഴും കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ കടയിൽ പോയി അമ്മായിക്ക് എന്ത് വാങ്ങുമെന്ന് ആലോചിച്ചു. അമ്മായിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് പോയാലോ, അതാകുമ്പോൾ എനിക്കും കൂടെ വെച്ചുണ്ടാക്കി തരുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാനൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി. നല്ല മുഴുമുഴുത്ത 2-3 ആപ്പിളും കുറച്ച് വലിപ്പം കൂടിയ ഓറഞ്ചും വാങ്ങി വെച്ചു. ആ ഫ്രൂട്ട്സ് കടയുടെ കൂടെ തന്നെ പച്ചക്കറി കട ഉണ്ടായതിനാൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അമ്മായിയുടെ വീട്ടിൽ എപ്പോൾ പോയാലും നിറയെ ക്യാരറ്റും വഴുതനങ്ങ കൂട്ടാനും പിന്നെ കുക്കുംബർ സാലഡും ഒക്കെയാണ് എപ്പോഴും കാണാറ്. ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് അവിടെ എപ്പോഴും ഇരിക്കാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിക്കാരയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇതെല്ലാം വാങ്ങി നേരെ പോയി. പോകുന്ന വഴിക്ക് പാലും കൂടെ വാങ്ങി. കാര്യം ചായ ഇട്ട് തരുമല്ലോ, അപ്പോൾ എന്തായാലും പാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോകാൻ ഇറങ്ങി. ബൈക്കിലാണ് എൻ്റെ യാത്ര. പോകുന്ന വഴിക്ക് എനിക്ക് ദൂരം കൂടിക്കൂടി വരുന്ന പോലെ തോന്നി. കാര്യം ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും അവിടേക്ക് എത്താൻ. പക്ഷേ എനിക്ക് അതിനേക്കാൾ സമയം കൂടുതൽ ലെങ്തി ആവുന്ന പോലെ തോന്നി. അങ്ങനെ അവിടെ എത്തി. എന്നെ കണ്ടപ്പോഴേ അമ്മായി ഓടി വന്നു. നീ നേരത്തെ വന്നോ? വൈകിട്ട് വന്നാൽ മതി എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞും സംസാരിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അവിടെ ഭയങ്കര ബോറാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ പോരാമെന്ന് വിചാരിച്ചു. അമ്മായി ഒന്ന് കുലുങ്ങി ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? ഞാൻ നേരത്തെ വരണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. വേണം, പക്ഷേ ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അമ്മായിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണ് നീ കൊണ്ടുവന്നേന്ന്. പച്ചക്കറി ബാഗ് തുറന്നപ്പോൾ അമ്മ എന്ന് ഞെട്ടി. കുക്കുംബറും ക്യാരറ്റും ബ്രിഞ്ചാളും മാത്രമേ വാങ്ങിയുള്ളൂ? ഇതാണോടെ പച്ചക്കറി? എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വന്നാലും ഇത് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതും എല്ലായിടത്തും ഇരിക്കുന്ന കാണാം. അതുകൊണ്ട് അമ്മായിക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് വാങ്ങിയതാ. എന്താ വേണ്ടായിരുന്നോ? ഇന്ന് 2-3 ദിവസം ഇതിന് ആവശ്യമില്ല. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നീ വാങ്ങിയതല്ലേ, സാലഡ് ഉണ്ടാക്കാം. ശരി. ഇതേ പാലും ഉണ്ട്, ചായ ഇട്ടോളൂ. അമ്മായി എന്നെ നോക്കി ചിരിച്ചു. നിനക്കിഷ്ടമുള്ള എല്ലാം വാങ്ങിക്കൊണ്ട് വന്നേക്കാം അല്ലേ? ഇതൊക്കെ ഇവിടെയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വാങ്ങിക്കൊണ്ട് വന്നേ എന്നൊരു ചോദ്യം. എങ്ങനെയാണ് വെറുതെ വരുന്നേ? അമ്മായിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ഒരു വിഷമമാണ്. ഇവൻ്റെ ഒരു കാര്യം. ഞാൻ എന്തായാലും പോയി കഴിക്കാൻ എടുത്തിട്ട് വരാം. എന്താ നിനക്ക് തിന്നാൻ വേണ്ടത്? കുറച്ച് പാലെടുത്തുകൊണ്ട് വരാമോ? പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോ, അത് കഴിക്കാമെന്ന് പറഞ്ഞു. പഴമുണ്ടെങ്കിൽ അതും എടുത്തോ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊരു സിനിമയൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിലാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള നല്ലൊരു അടിപൊളി സിനിമ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ പരസ്പരം നോക്കി. പിന്നീട്
ഞാൻ പറഞ്ഞു, ഇതിൽ നല്ലൊരു സിനിമ എൻ്റെ കയ്യിലുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാ. പിന്നെ വേറൊരു സിനിമ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും കിടപ്പുണ്ട്, അത് നമുക്ക് കണ്ടാലോ എന്ന്. പുള്ളിക്കാരിയാണെങ്കിൽ സമ്മതം മൂളി. ഏത് സിനിമയാടാ, ഇംഗ്ലീഷാണോ എന്ന് ചോദിച്ചു. ആ, ഇംഗ്ലീഷിലല്ലേ നല്ല റൊമാൻസ് ഉള്ളൂ, അത് കാണാം നമുക്ക്. അതാണ് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതും. കണ്ടുകൊണ്ടിരുന്നാൽ 2 മണിക്കൂർ പോകുന്ന പോലും നമ്മൾ അറിയില്ല. നമുക്കത് കാണാമെന്ന് പറഞ്ഞു. ശരി എന്ന് അമ്മായി സമ്മതം മൂളി. അങ്ങനെ ഞാൻ നേരെ ആ സിനിമ ടി വിയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഓരോ സീൻ വരുമ്പോഴും കയ്യിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ സിനിമ മുഴുവനായി കണ്ടു. അടിപൊളി സീനുകളും നല്ല നല്ല രംഗങ്ങളുമായതുകൊണ്ട് അതൊട്ടും ബോറടിക്കുന്നതായിരുന്നില്ല. പകരം ഞങ്ങളെ നല്ല സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ഞങ്ങളുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുസരിച്ച് ആരോ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ. ആ സമയത്ത് അത് കറക്റ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു. എൻ്റെ സെലക്ഷൻ അടിപൊളിയെന്ന് അമ്മായി പറഞ്ഞു. എടാ, ഈ സിനിമയൊക്കെ നീ ഇരുന്ന് കാണാറുണ്ടല്ലേ? അതെന്താ അമ്മായി അങ്ങനെ ചോദിച്ചേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഓ ഇല്ല, നിൻ്റെ ഓരോ നേരത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണോ നീ പലതും പഠിച്ചത് എന്നെനിക്ക് തോന്നാറുണ്ട്. പഠിക്കേണ്ട സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയട്ടെ ഇന്നത്തെ സിനിമയുടെ കാര്യം? വേണ്ട വേണ്ട, അതെന്തിനാ ഇപ്പോൾ അവരോട് പറയുന്നത്? നമുക്ക് സമയം പോയാൽ പോരെ? അതെന്തിനാ അവരെ അറിയിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നീ സമ്മതിച്ചാൽ ഉറപ്പായി ഞാനിതവരോട് പറയാതിരിക്കാം. അല്ലെങ്കിൽ ഞാൻ എന്തായാലും അവരോട് പറയും. ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. എന്നെക്കൊണ്ടോ? എന്ത് കാര്യം? അതും അമ്മായിക്ക്? എന്തിനും ഞാൻ റെഡി. എന്തായാലും നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. ഞാൻ എന്തായാലും റെഡി. ആദ്യം നീ ഞാൻ തരാൻ പോകുന്ന പാല് കുടിക്ക്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ദാ കുടിച്ചോളൂ. ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി. ഗ്ലാസ്സിൽ പാല് കുടിക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നത്? പാല് കുടിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ഓർഡർ അതേപോലെ അനുസരിച്ച് മുഴുവൻ കുടിച്ചു. അതിനുശേഷം എന്താണ് കാര്യം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അതിന് പുള്ളിക്കാരി മറുപടി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ പുറകെ പോയി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ പറക്കി വെക്കുവാണ്. എന്താണ് വേണ്ടതെന്ന് പറയാം. വെറുതെ എന്തിനാ ഒരു സസ്പെൻസ്? അതങ്ങ് പറഞ്ഞാൽ തീരുമല്ലോ. നിന്നെ കൊണ്ട് 2-3 തേങ്ങ പൊതിപ്പിക്കണം, പിന്നെ കുറച്ച് പരിപാടികളും. നീ റെഡിയല്ലേ? തേങ്ങ പൊതിക്കാനാണോ? അത് ഞാൻ എപ്പോഴേ റെഡി. കൊപ്പളങ്ങയെല്ലാം നന്നപോലെ വളർന്നല്ലോ അമ്മായി എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. പുള്ളിക്കാരി നല്ല ചിരിച്ചുകൊണ്ട്, നീ കണ്ടോ അത്? ഇതിനിടയ്ക്ക് നീ ഇതെങ്ങനെ കണ്ടടാ? അതൊക്കെ കണ്ടു. ഇന്ന് ഞാനത് തിന്നും. നന്നായി പഴുത്തില്ലേ അത്? പഴുത്ത് പൊട്ടാറായി, നീ വേണമെങ്കിൽ തിന്നോ എന്ന് മറുപടിയും പറഞ്ഞു. എനിക്ക് നല്ല സന്തോഷമായി. തേങ്ങ മാത്രം പൊതിക്കാനുള്ളൂ, വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അതൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പറയാമെന്ന്. കുറച്ച് നേരം കഴിയട്ടെ. നല്ലതുപോലെ തിന്നാൻ ഞാൻ നിനക്ക് തരും. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഏത് തേങ്ങയാണ് പൊതിക്കേണ്ടത്? അതൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേടാ, ഒന്ന് സമാധാനപ്പെടും. അങ്ങനെ ഞാനും അമ്മായും കൂടെ റൂമിലേക്ക് പോയി. കഥ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.